ഹായ്, മിലിയ ആർട്ട് ആൻഡ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അസോർട്ടഡ് ജ്വല്ലറി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാലകളുടെയും വളകളുടെയും ഇയറിങ്സിൻ്റെയൊക്കെ ഒരു അടിപൊളി കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കത് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഒരു കാശുമാലയാണ്. ഇത് കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കുന്ന ഒരു കാശുമാലയാണ്. ഡബിൾ ലെയേർഡ് പോലെ രണ്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള കോയിൻസ്, ഗോൾഡ് പ്ലേറ്റഡ് കോയിൻസും റൂബി സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാശുമാലയാണ് ഇത്. സെക്കൻഡ് വൺ, ഇതും ഒരു കാശുമാല മോഡൽ തന്നെയാണ്. ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ബീഡ്സിൻ്റെ ഡബിൾ ലെയേർഡ് ചെയിൻ, അതിൽ അങ്ങിങ്ങായിട്ട് ഗോൾഡ് പ്ലേറ്റഡ് ലക്ഷ്മി രൂപം വന്നിട്ടുള്ള കോയിൻസാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്തതും ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാലയാണ്. ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബീഡ്സ് കൊണ്ടുള്ള കരിമണി മാല, അതിലേക്ക് കുറച്ച് വലുപ്പത്തിലുള്ള റൂബി സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ പെൻഡൻറ്റും പ്ലേസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മാലകളിൽ കൂടുതലും ബീഡ്സിൻ്റെ ചെയിനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ബീഡ്സിൻ്റെ വർക്ക് വരുന്ന ഒരു ഡബിൾ ലെയേർഡ് ബീഡ്സ് ചെയിനാണ്. ബീഡ്സിൻ്റെ വർക്കൊക്കെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണ്. അടുത്തതും ബീഡ്സ് ചെയിൻ തന്നെയാണ്. സിംഗിൾ ലെയർഡായിട്ട് വരുന്ന ചെയിനാണ് ഇത്. ഈ ഒരു മാലയിൽ വൈറ്റ് കളേർഡ് ബീഡ്സും ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെ രണ്ട് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് കൂടിയുണ്ട്. സെക്കൻഡ് വണ്ണിൽ ബ്ലാക്ക് ബീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ബീഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ തേർഡ് കളർ ഷെയ്ഡിൽ റെഡ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ട്രഡീഷണൽ പാലക്ക മോഡലിൽ വന്നിട്ടുള്ളൊരു മാലയാണ്. സിമ്പിൾ ഗോൾഡ് പ്ലേറ്റഡ് ത്രെഡ് ചെയിനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പെൻഡൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ബീഡ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഡിസൈനർ വളയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോണിൻ്റെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളയാണ് ഇത്. ഇതും എഡി സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ വളയാണ്. ഇതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് സ്റ്റോൺ വർക്ക് വരുന്നത്, സെക്കൻഡ് വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്നതുമാണ്. അടുത്തത് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ്. ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റബിൾ ബാംഗിൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ 4 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് വൺ റൂബി, സെക്കൻഡ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, തേർഡ് വൺ ബ്ലാക്ക് ആൻഡ് ഫോർത്ത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ കുറച്ച് ലെന്തി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഇയർ ഹാങ്ങിങ് ആണ്. തിക്ലി പാക്ഡ് ആയിട്ടുള്ള എഡി സ്റ്റോണിൻ്റെ വർക്കാണ് ഈ ഒരു ഇയറിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ വൈറ്റ്, സെക്കൻഡ് ഈ ഒരു റൂബി ഷെയ്ഡ് ആൻഡ് തേർഡ് വൺ എമറാൾഡ് ഗ്രീൻ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു റീസ്റ്റോക്ഡ് ഐറ്റമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതിലും വളരെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ എഡി സ്റ്റോൺസിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ്. വൈറ്റ് ഷെയ്ഡ്, സെക്കൻഡ് റൂബി ആൻഡ് തേർഡ് വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ കോമ്പിനേഷൻ. അടുത്തത് കുറച്ച് ഇയർ സ്റ്റഡ്സ് ആണ്. ഇതെല്ലാം എഡി സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള ഇയർ സ്റ്റഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഒരു റൂബി സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്ന ചെറിയൊരു ഇയർ സ്റ്റഡ്. സെക്കൻഡ് പാറ്റേൺ വരുന്നത് ഇതാണ്. ഇത് 2 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ട്. വൈറ്റ് ആൻഡ് റൂബി സ്റ്റോണിൻ്റെ വർക്ക് വരുന്നത്. അടുത്തത് ബട്ടർഫ്ലൈ ഇയർ സ്റ്റഡ്സ് ആണ്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ വൈറ്റ് സ്റ്റോൺ വരുന്നത്, സെക്കൻഡ് ഒരു റൂബി ഷെയ്ഡ് ആൻഡ് തേർഡ് വൺ വൈറ്റ് ആൻഡ് റൂബി എഡി സ്റ്റോൺസിൻ്റെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് 9074618360 എന്നുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും മിലിയ ഫാഷൻ എന്നുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും ഓർഡേഴ്സിനും കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത് റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഈ 2 കേസസിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കാറുള്ളൂ.
പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ പ്ലേസ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്റ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൺപാക്കിംഗ് ഓർ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള അൺപാക്കിംഗ് വീഡിയോ ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.